അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസുബ്ഹാനല്ലാഹിൽ അലീം. വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ റബ്ബിൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ നമസ്കാരം ഒരു സമഗ്ര പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ദീനി വിജ്ഞാന സദസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദുആഉൽ ഇസ്തിഫ്താഹും അതുപോലെ തഅവ്വുദും ബസ്മലയും ഫാത്തിഹയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സൂചിപ്പിച്ചത്. അതിൽ ഫാത്തിഹയിൽ അവസാനം നമ്മൾ സൂചിപ്പിച്ചത് മഅ്മൂം ഇമാമിൻ്റെ പിന്നിൽ ഫാത്തിഹ ഓതേണ്ടതുണ്ടോ എന്ന മസ്അലയായിരുന്നു. ഇനി ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ലാ തസ്യഹുൽ ഫാത്തിഹ ഇദാ ഫാത്തത് മിൻഹ മദ്ദുൻ ഔ ഷദ്ദുൻ. ഫാത്തിഹയിൽ നിന്ന് ഒരു മദ്ദോ ഒരു ഷദ്ദോ നഷ്ടപ്പെട്ടാൽ പോലും ഫാത്തിഹ ശരിയാവുകയില്ല. ഫാത്തിഹ റുക്നാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബി ഫാത്തിഹത്തിൽ കിതാബ്. പ്രവാചകൻ പറഞ്ഞു, ഫാത്തിഹ ഓതാത്തവൻ്റെ നമസ്കാരം ശരിയാവുകയില്ല. അപ്പോൾ ഫാത്തിഹയിലുള്ള ഓരോ ഷദ്ദും ഓരോ മദ്ദും കൃത്യമായി ഉച്ചരിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നോതൻ്റെ അടുത്ത് ഒരാൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നോതിയാൽ ഫാത്തിഹ ശരിയാവുകയില്ല. അർറഹ്മാനിർ റഹീം എന്നോതേൻ്റെ അടുത്തൊരാൾ അർറഹ്മാനി റഹീം എന്നോതിയാൽ ഫാത്തിഹ ശരിയാവില്ല. മാലികി യൗമിദ്ദീൻ എന്നോതിയാൽ ഫാത്തിഹ ശരിയാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ ഫാത്തിഹയിൽ നീട്ടാനുള്ള മദ്ദുകൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നോതിയാൽ ഫാത്തിഹ ശരിയാവുകയില്ല. അതുപോലെ തന്നെ ഒരാൾ ഫത്ഹ് കൊടുക്കേണ്ട ഭാഗത്ത് കസ്ർ കൊടുത്തു, അല്ലെങ്കിൽ കസ്ർ കൊടുക്കേണ്ടടുത്ത് ലൊമ്മ കൊടുത്തു, അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ നോദി, റബ്ബിൽ എന്നോതൻ്റെ അടുത്ത് ഫാത്തിഹ ശരിയാവില്ല. അപ്പോൾ ഫാത്തിഹ വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ നോക്കി കാണണം. ഫാത്തിഹയിലെ ഒരു ഷദ്ദോ ഒരു മദ്ദോ ഒരു ഹർക്കത്തോ എന്തു മാറിയാലും ഫാത്തിഹ ശരിയാവുകയില്ല. ഫാത്തിഹ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു മസ്അല, ഹുക്മു തിക്റാറിൽ ഫാത്തിഹ. ഒരാൾ ഫാത്തിഹ ആവർത്തിച്ചോതിയാൽ അത് ശരിയാകുമോ? ഫാത്തിഹ ആവർത്തിച്ചോദം, അത് ഒരാൾ ഫാത്തിഹ ഓതി പിന്നെ ഒരു സൂറത്ത് ഓതണമല്ലോ, സുന്നത്തായിട്ടൊരു സൂറത്ത് ഓതണം. ഒരാൾ സൂറത്തായിട്ടും ഫാത്തിഹന്നെ ഓതി, അങ്ങനെ ഓതാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ ഓതൽ അനുവദനീയമല്ല. ഫാത്തിഹ
ഒരു തവണ മാത്രമേ ഓതാൻ പറ്റൂ. ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സൂറത്ത് 2 തവണ ആവർത്തിച്ചോതാം. ഒരാൾ സൂറത്തുൻ നാസോദി, വീണ്ടും സൂറത്തുൻ നാസോദി, വീണ്ടും സൂറത്തുൻ നാസോദി, അതൊക്കെ അനുവദനീയമാണ്. എന്നാൽ ഫാത്തിഹ ഒരാൾ ആവർത്തിച്ചോതൽ അനുവദനീയമായ കാര്യമല്ല. അതുപോലെ തന്നെ ഫാത്തിഹയിലുള്ള ലഹന്, അതൊരുപാട് ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം. ഫാത്തിഹയിലുള്ള ലഹന് അത് അനുവദനീയമല്ല. ഫാത്തിഹയിൽ ലഹൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലുണ്ടാവും. ഒന്ന്, ചില ആളുകൾ നീട്ടേണ്ടതിലും അപ്പുറം നീട്ടും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ 2 ഹർക്കത്ത് വരെ നീട്ടണ്ടുള്ളു. ചില ആൾക്കാർ താളത്തിന് വേണ്ടി എന്ത് ചെയ്യും, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അതുപോലെ അർ-റഹ്മാനിർ റഹീം, റഹീം എന്നുള്ളിടത്ത് 6 ഹർക്കത്ത് വരെ നീട്ടാം, പക്ഷേ അതിലും കൂടുതൽ നീട്ടാൻ പാടില്ല. റഹ്മാൻ എന്നുള്ളിടത്ത് 2 ഹർക്കത്തുള്ളൂ, പക്ഷേ ഒരു താളത്തിന് വേണ്ടി കുറേ നീട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള നീട്ടൽ ഇത് ഫാത്തിഹയിൽ ചെയ്യുന്ന ലഹനാണ്, അത് ശരിയല്ല. ചില ലഹന് ഫാത്തിഹയെ തന്നെ മുറിച്ച് കളയും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ സുറാത്തുല്ലദീന അൻഅംത എന്ന് ഓതേണ്ട അടുത്ത് അൻഅംതു അലൈഹിം നോദി, അവിടെ എന്ത് ചെയ്തു, ഹർക്കത്ത് മാറ്റി ഓതി. അൽഹംദുലില്ലാഹി റബ്ബിൽ എന്നോതിനടുത്ത് അൽഹംദുലില്ലാഹി റബ്ബുൽ എന്നോതി. അങ്ങനെയുള്ള ലഹനാണ് എങ്കിൽ അത് ഫാത്തിഹയെ ശരിയാക്കുന്നതല്ല. ഇനി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാത്തിഹ എങ്ങനെയായിരുന്നു? അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാത്തിഹ എങ്ങനെയായിരുന്നു എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പ്രവാചകൻ്റെ ഖിറാഅത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ റാവി പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, യഖ്തഉഹാ ആയത്തൻ ഖത്അൻ. അഥവാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് മുറിച്ച് ഓതുമായിരുന്നു. അപ്പോൾ നമ്മൾ ആയത്ത് കൂട്ടി ഓതാറുണ്ട്, അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ അങ്ങനെ ഓതാറുണ്ട്. അങ്ങനെ ഓതൽ അനുവദനീയമാണ്. പക്ഷേ ഏറ്റവും ഉത്തമമായ രൂപം ഏതാണ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ പോലെയാണ്. റസൂൽ ഓതിയിരുന്നത് ഓരോ ആയത്തും മുറിച്ചിട്ടാണ്. ഒരായത്തോതും നിർത്തും, അടുത്ത ആയത്തോതും നിർത്തും. ആ രൂപത്തിലുള്ള ഫാത്തിഹയുടെ ഖിറാഅത്താണ് ഏറ്റവും അഫ്ളലായ രൂപം എന്ന് കാണാൻ പറ്റും. അല്ലാഹു അഅലം. അങ്ങനെ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവസാനത്തിൽ ആമീൻ പറയണം. ആമീൻ പറയുന്നതിൻ്റെ ഹുക്ം എന്താണ്? സുന്നത്താണ്. ആമീൻ പറയൽ നിർബന്ധമല്ല. ആമീൻ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആമീൻ പറയലിൻ്റെ ഹുക്ം അത് സുന്നത്താണ് എന്നുള്ളതാണ്. ആമീൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. എന്താണ് ആമീൻ എന്നതിൻ്റെ അർത്ഥം? അല്ലാഹു മുസ്തജിബ് എന്നാണ്. അള്ളാഹുവെ എനിക്ക് ഉത്തരം നൽകണമേ. അപ്പോൾ ഫാത്തിഹ ശരിക്കും ഒരു ദുആ ആണ്. അതിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ പാതയിലേക്ക് വഴി നയിക്കണമേ. അത് ആരുടെ പാതയാണ്? നീ കോപിച്ചവരുടെ പാതയല്ല, വഴിപിഴച്ചു പോയവരുടെ പാതയുമല്ല, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്, അതിലേക്ക് വഴി നയിക്കണമേ. അപ്പം അതിൻ്റെ ഒരു പരിപൂർണം എന്ന രൂപത്തിലാണ്, പൂർത്തീകരണമാണ് ആമീൻ, അള്ളാഹുവെ ഉത്തരം നൽകണമേ എന്നത്. ആമീൻ പറയുമ്പോൾ ചില ആളുകൾക്ക് അറിയാതെ മീമിന് ഷദ്ദ് വന്നു പോവും. ആമീൻ അങ്ങനെ പറഞ്ഞാൽ അർത്ഥം മാറും. അത് മനഃപൂർവ്വമാണ് പറഞ്ഞു വെച്ചാൽ നിസ്കാരം തന്നെ ബാത്തിലായി പോവും. ഖാസിദീൻ ഉദ്ദേശിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. ഇനി ആമീൻ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം, ഇപ്പം നമ്മളെ പള്ളിയിൽ ആമീൻ പറയുമ്പോൾ എങ്ങനെയാക്കണം? ആമീൻ ഇമാം അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ അവസാനത്തെ അളവും തീരുമ്പോഴേക്കിന് ഒരുപാട് സമയം പിടിക്കും. അഥവാ പിന്നത്തെ ഒരാൾ പറഞ്ഞ് ഓൻ്റെ കഴിയുമ്പോഴേക്കിനേക്ക് 2-ാം സഫത്തോൻ പറയാം, ഓൻ്റെ കഴിയുമ്പോഴേക്കിനേക്ക് ഈ തലക്കത്തോൻ പറയാം. എല്ലാവരുടെയും ഒരുമിച്ച് വരില്ല. ആ രൂപത്തിൽ ആമീൻ പറയാൻ പാടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ആമീൻ പറയുമ്പോൾ പള്ളി വിറക്കുമായിരുന്നു എന്നാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരുടെ ആമീനാണോ മലായിക്കത്തുകളുടെ ആമീനുമായി യോജിച്ചു വരുന്നത് അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ ഒരാൾ ഇമാം ആമീൻ പറഞ്ഞതിന് ശേഷമാണ് ആമീൻ പറയുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ഇമാമിൻ്റെ ആമീൻ മലായിക്കത്തുകളുടെ ആമീനുമായി യോജിച്ചു വരും, അല്ലെങ്കിൽ ഇവൻ്റെ ആമീൻ മലായിക്കത്തുകളുടെ ആമീനുമായി യോജിച്ചു വരും എന്ന് പറയേണ്ടി വരും. അപ്പോൾ രണ്ടാളുടെ യോജിച്ചു വരുന്നുണ്ടോ? ഇല്ല. പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇമാമിൻ്റെ കൂടെയാണ് ആമീൻ പറയേണ്ടത്. ഇമാം ആമീൻ പറഞ്ഞു തുടങ്ങിയാൽ പറയണം, ഇമാം നിർത്തുന്നതോടുകൂടി നമ്മളും ആമീൻ നിർത്തണം. അപ്പോൾ എല്ലാവരുടെയും ആമീൻ
മലായിക്കത്തുകളുടെ ആമീനുമായിട്ട് യോജിച്ച് വരിക. ഇനി ആമീൻ പറയുമ്പോൾ തന്നെ ചില ആൾക്കാരെ മീന് കുറച്ച് കൂടും, ചില ആൾക്കാരെ മീന് കുറച്ച് കുറയും അല്ലേ? എങ്ങനെയാണ് ആമീൻ പറയേണ്ടത്? അതിൽ 2 രൂപത്തിലുണ്ട്. ഒന്നെങ്കിൽ 2 ഹർക്കത്തും 2 നീട്ടാനുള്ള ഭാഗത്തും 2 ഹർക്കത്ത് വരെ നീട്ടുക, ആമീൻ. അല്ലെങ്കിൽ ഹംസ 2 ഹർക്കത്ത് വരെ നീട്ടുക, യാ 4 6 ഹർക്കത്ത് വരെ നീട്ടുക, ആമീൻ. അതാണ് ഒന്നുകൂടി എല്ലാവർക്കും യോജിച്ച് വരാൻ സുഖകരമായിട്ടുള്ളൊരു രൂപം. 2 രൂപത്തിൽ ആമീൻ പറഞ്ഞാലും പ്രശ്നമില്ല. ഈ 2 രൂപത്തിലാണ് ശരിയായ ആമീൻ പറച്ചിൽ. അപ്പോൾ ആ എന്നുള്ളിടത്ത് ഹംസ 2 ഹർക്കത്ത് വരെ നീട്ടുക, മീൻ എന്ന യാഇനെ 4 6 ഹർക്കത്ത് വരെ നീട്ടി ഉച്ചരിക്കുകയും ചെയ്യുക. ഇതാണ് ആമീൻ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ചില ആൾക്കാർ ആമീൻ പറയുമ്പോൾ ഇമാമിനെ മുൻകടക്കും. ഇമാമ ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറയുന്നതോടുകൂടി അവർ ആമീൻ പറയും. ഇമാമിനെ ആമീനിൽ മുൻകടക്കൽ കറാഹത്താണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് വെറുക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇമാമിനോട് യോജിച്ച രൂപത്തിലാണ് ആമീൻ വരേണ്ടത് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ഇനി ഖിറാഅത്തു സൂറ, സൂറത്തിൻ്റെ പാരായണം. സൂറത്ത് പാരായണം ചെയ്യൽ സുന്നത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഖറഅ ബി ഉമ്മിൽ ഖുർആൻ ഫഖദ് അജ്സഅത് അൻഹു. ആരെങ്കിലും ഫാത്തിഹ ഓതിയാൽ അത് മതിയായതാണ്. വമൻ സാദ ഫഹുവ അഫ്ളലു. എന്നാൽ ഒരാൾ അധികരിപ്പിച്ചാൽ അത് ഏറ്റവും ഉത്തമവുമാണ്. അപ്പോൾ സൂറത്ത് ഓതുക എന്നുള്ളത് ഉത്തമമായതാണ്, അഥവാ നിർബന്ധമല്ല, അത് സുന്നത്തായതാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അസ്സൂറത്തുൽ അഫ്ളൽ, ഉത്തമമായ രൂപം. സൂറത്ത് ഓതുന്നതിൽ ഉത്തമമായ ഒരു രൂപമുണ്ട്. 3 രൂപത്തിൽ സൂറത്തുകളെ പണ്ഡിതന്മാർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 3 രൂപത്തിൽ. 1 തിവാലായ സൂറത്തുകൾ, 2 വസത്വായ സൂറത്തുകൾ, 3 കിസ്വാറായ സൂറത്തുകൾ. തിവാലായ സൂറത്ത് പറഞ്ഞാൽ ദൈർഘ്യമുള്ള സൂറത്തുകൾ, വസത്ത് പറഞ്ഞാൽ ഒരു മധ്യമ രൂപത്തിലുള്ളത്, കിസ്വാർ എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ടുള്ളത്. തിവാലിൽ ഏത് മുതൽ ഏത് വരെയാണുള്ളത്? കാഫ് മുതൽ അമ്മ വരെയാണ്. തിവാലായ സൂറത്തുകൾ കാഫ് മുതൽ അമ്മ വരെയാണ്. വസത്വായ സൂറത്തുകൾ അമ്മ മുതൽ ളുഹ വരെയാണ്. ഖിസാറായ സൂറത്തുകൾ ളുഹ മുതൽ നാസ് വരെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കാഫിൻ്റെ അപ്പുറത്തേക്കുള്ള സൂറത്തുകളൊന്നും ഓതാൻ പാടില്ല എന്നാണോ? അല്ല, അതൊക്കെ ഓതാം. പക്ഷേ നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടത് ഈ ഒരു കാറ്റഗറൈസേഷനാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ? ഭൂരിപക്ഷം മഅ്മൂമിങ്ങൾക്കും അറിയുന്ന സൂറത്തുകളാവും ഈ സൂറത്തുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓലിക്ക് ഇമാം ഈ സൂറത്തെ ഓതുന്ന വെച്ചാൽ ഓലിക്ക് ഖുശൂ ലഭിക്കാനും ശ്രദ്ധ ലഭിക്കാനൊക്കെ കാരണമായി തീരും. ഓലെ ഹിഫ്ള് ഒന്ന് സ്ട്രോങ് ആക്കാനൊക്കെ അത് കാരണമായി തീരും. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ ഇങ്ങനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇമാമ് നിൽക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള രൂപം എങ്ങനെയാണ്? തിവാലായ സൂറത്തുകൾ അത് കാഫ് മുതൽ അമ്മ വരെ, വസത്തായ സൂറത്തുകൾ അമ്മ മുതൽ ളുഹ വരെ, ഖിസ്വാറായ സൂറത്തുകൾ ളുഹ മുതൽ നാസ് വരെ. ഇത് ഓതലാണ്. ഇത് ഏതൊക്കെ നിസ്കാരത്തിൽ എങ്ങനെയൊക്കെ ഓതണം? സുബഹിൽ ഓതേണ്ടത് തിവാലായ സൂറത്തുകളാണ്, അഥവാ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ദൈർഘ്യമുള്ള സൂറത്തുകളാണ് സുബഹിൽ ഓതേണ്ടത്. മഗ്രിബിൽ ഓതേണ്ടത് ഖിസ്വാറായ സൂറത്തുകൾ, ഷോർട്ടായതാണ്. ളുഹ്റിലും അസ്റിലും ഇഷായിലും വസത്വായ സൂറത്തുകളാണ് ഓതേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഉത്തമമായ രൂപം. എന്നാൽ നമ്മൾ പറഞ്ഞു സുബഹിൽ എപ്പോഴും ഓതേണ്ടത് കുറച്ച് ദൈർഘ്യമുള്ള സൂറത്തുകളാണ്. ചില സമയത്ത് സുബഹിൽ ചെറിയ സൂറത്തോതൽ പ്രത്യേകം സുന്നത്താണ്. എന്നും വലിയ സൂറത്തോതാതെ ചില സമയത്ത് ചെറിയ സൂറത്തോതൽ പ്രത്യേകം സുന്നത്താണ്. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിൽ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ ഓതിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ റസൂലിൻ്റെ പൊതുവായ രീതി എന്താ? സുബഹിൽ ദീർഘമായ സൂറത്തോതുക എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് ഇമാം ചെറിയ സൂറത്തോതൽ സുന്നത്താണ്. അതുപോലെ തന്നെ മഗ്രിബിൽ ഓതേണ്ടത് ചെറിയ സൂറത്തുകളാണെന്ന് പറഞ്ഞു. എന്നാൽ ചില സമയത്ത് വലിയ സൂറത്തോതൽ പ്രത്യേകം സുന്നത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഫഖദ് ഖറഅ ഫീ സ്വലാത്തിൽ മഗ്രിബി ബിൽ അഅറാഫ്. റസൂൽ മഗ്രിബിൽ അഅറാഫ് സൂറത്തോതി. അപ്പോൾ ചില സമയത്ത് ഇമാം വലിയ സൂറത്ത് മഗ്രിബിൽ ഓതുക എന്നുള്ളത് സുന്നത്തായ കാര്യമാകുന്നു. ഇതാണ് സൂറത്തുൽ അഫ്ളൽ, ഉത്തമമായ രൂപം. ഇനി സൂറത്തിലുള്ള മറ്റൊരു മസ്അല, ഖിറാഅത്തു സൂറത്തി ഫി റകഅത്തൈനിൽ ഉഖ്റയൈനി. ഇപ്പോൾ ളുഹ്റിലും അസ്റിലും 4 റക്അത്തുണ്ട്. നമ്മൾ ആദ്യത്തെ 2 റക്അത്തിലാണ് സൂറത്ത് ഓതാറുള്ളത്. 3ഉം 4ഉം റക്അത്തുകളിൽ സൂറത്ത് ഓതാൻ പറ്റുമോ? ഒരാൾ അങ്ങനെ ഓതിയാൽ അത് സുന്നത്താണോ, കറാഹത്താണോ, ഹറാമാണോ? എന്താണ് അതിൻ്റെ വിധി? ഓതാൻ പറ്റുണ്ടാവോ? എന്താ ഇപ്പം നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ്
അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖറഉ ഫി റകഅത്തൈനിൽ ഊലയൈനി മിനൽ ളുഹ്രി വൽ അസ്രി ബിഫാത്തിഹത്തിൽ കിതാബി വസൂറത്തിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്റിലും അസ്റിലും ആദ്യ 2 റകഅത്തുകളിൽ ഒരു ഫാത്തിഹ ഓതും, ഒരു സൂറത്തും ഓതും. വയുസ്മിഉന അൽ ആയത ഹയ്യാനൻ, ചില സമയങ്ങളിൽ ഞങ്ങൾ ആയത്ത് കേൾപ്പിക്കും. വഫിർ റകഅത്തൈനിൽ ഉഖ്റയൈനി, അവസാനത്തെ 2 റകഅത്തുകളിൽ ബിഫാത്തിഹത്തിൽ കിതാബ്, സൂറത്ത് ഓതുല, ഫാത്തിഹ മാത്രമേ ഓതും. അപ്പോൾ ഈ ഹദീസിന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം 3ഉം 4ഉം റകഅത്തുകളിൽ ഫാത്തിഹ മാത്രം ഓതിയാൽ മതി, സൂറത്ത് ഓതേണ്ടതില്ല. എന്നാൽ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ അദ്ദേഹം പറയാണ് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖറഉ ഫീ സ്വലാത്തിൽ ളുഹ്രി ഫി റകഅത്തൈനിൽ ഊലയൈനി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ്റിൽ ആദ്യ 2 റകഅത്തുകളിൽ ഫി കുല്ലി റകഅത്തിൻ ഖദ്റ 30 30 ആയത്തോളം റസൂൽ ഓതും. വഫിർ റകഅത്തൈനിൽ ഉഖ്റയൈനി ഖദ്റ 15 ആയ, പിന്നെയുള്ള 2 റകഅത്തുകളിൽ 15ഓളം ദൈർഘ്യമുള്ള ആയത്തുകൾ ഓതും. വഫിൽ അസ്രി, ഇനി അസ്റിലോ ഫിർ റകഅത്തൈനിൽ ഊലയൈനി ആദ്യ 2 റകഅത്തുകളിൽ ഫി കുല്ലി റകഅത്തിൻ ഖദ്റ ഖിറാഅത്തി 15 ആയ, ആദ്യത്തെ 2 റകഅത്തുകളിൽ 15 ആയത്തോളം ഓതും. വഫിർ റകഅത്തൈനിൽ ഉഖ്റയൈനി ഖദ്റ നിസ്ഫ ദാലിക, പിന്നത്തെ 3ഉം 4ഉം റകഅത്തുകളിൽ 7.5 ആയത്തോളം വരുന്ന അത്രയും ദൈർഘ്യം റസൂൽ ഓതും. അപ്പോൾ ഈ ഹദീസിന് എന്താ മനസ്സിലാവണ്? ളുഹ്റിലും അസ്റിലും 3ഉം 4ഉം റകഅത്തുകളിൽ റസൂൽ സൂറത്ത് ഓതിയിരുന്നു. അപ്പോൾ ഈ 2 ഹദീസുകളെ ക്രോഡീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് റസൂലിൻ്റെ പൊതുവേയുള്ള ചര്യ 3ഉം 4ഉം റകഅത്തുകളിൽ ളുഹ്റിലും അസ്റിലും സൂറത്ത് ഓതുകയില്ല, ഫാത്തിഹ മാത്രമേ ഓതുള്ളൂ. എന്നാൽ ചില സമയങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3ഉം 4ഉം റകഅത്തുകളിൽ ളുഹ്റിലും അസ്റിലും സൂറത്ത് ഓതിയിരുന്നു. അപ്പോൾ റസൂലിൽ നിന്ന് അങ്ങനെ ചര്യ വന്നതുകൊണ്ട് നമ്മൾ ആ സുന്നത്തിനെ പ്രാവർത്തികമാക്കണം. അപ്പോൾ എങ്ങനെ പ്രാവർത്തികമാക്കുക? നമ്മൾ ളുഹ്റും അസ്റും നിസ്കരിക്കുമ്പോൾ സാധാരണ നമ്മൾ 3ഉം 4ഉം റകഅത്തുകളിൽ ഫാത്തിഹ മാത്രം ഓതുക, ഇപ്പോൾ ചെയ്യണ പോലെ. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ ഏതെങ്കിലും സൂറത്ത് ഓതുക. അങ്ങനെ ചെയ്യൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുധാവനം ചെയ്യലാണ്. ഈ ഹദീസിനെ വിശദീകരിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സാദുൽ മആദിലൊക്കെ വിശദീകരിച്ച് കാണുവാൻ സാധിക്കും. അല്ലാഹു അഅലം. ഇനി മറ്റൊരു മസ്അല, ഹുക്മു ജഹ്രിൽ ഖിറാഅത്തി ഫിൽ ളുഹ്രി വൽ അസ്രി. ളുഹ്റിലും അസ്റിലും ഉറക്കം ഓതാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ്? ളുഹ്റിലും അസ്റിലും പതുക്കെ ഓതുക എന്നുള്ളതാണ്. എന്നാൽ ഒരു ഹദീസിൽ കാണാം, ഒരു സ്വഹാബി പറയാണ് അന്ന റജുലൻ മിൻ ജുഹൈനത അഖ്ബറഹു അന്നഹു സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയാണ് ഫിർ റകഅത്തൈനിൽ ഊലയൈനി മിനൽ ളുഹ്രി വൽ അസ്രി ബിഫാത്തിഹത്തിൽ കിതാബി വസൂറത്തിൻ വയുസ്മിഉന അൽ ആയത അഹ്യാനൻ. ളുഹ്റിലും അസ്റിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഓതുമ്പോൾ ഞങ്ങളെ ചില സമയത്ത് കേൾപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചില സമയങ്ങളിൽ ഇമാമ് ളുഹ്റിലും അസ്റിലും മഅ്മൂമിങ്ങളെ ഫാത്തിഹ സൂറത്ത് കേൾപ്പിക്കും വിധത്തിൽ ഓതുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ സുന്നത്തുകളൊക്കെ ഇന്ന് ആളുകൾക്ക് അറിയപ്പെടാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുന്നത്തുകളാണ്. ഇങ്ങനെ റസൂലിൽ നിന്ന് വന്ന സുന്നത്തുകൾ നമ്മൾ ആളുകളെ പഠിപ്പിക്കണം. നമുക്ക് കഴിയുന്ന അവസ്ഥകളിലൊക്കെയാണ് എങ്കിൽ നമ്മളത് നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു അഅലം. ഇനി മറ്റൊരു മസ്അല, ഹുക്മു തിക്രാരി സൂറത്തിൻ വാഹിദത്തിൻ ഫി കുല്ലി റക്അ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾ സുബ്ഹ് നമസ്കരിക്കുമ്പോൾ 1ാമത്തെ റക്അത്തിൽ സൂറത്തുൻ നാസ് ഓതി, 2ാമത്തെ റക്അത്തിലും സൂറത്തുൻ നാസ് തന്നെ ഓതുക. 2 റക്അത്തിലും ഒരേ സൂറത്തിനെ ആവർത്തിച്ചോതുക. അങ്ങനെ ചെയ്യൽ അനുവദനീയമാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ പറ്റും, ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം പറയാണ് അന്നഹു സമിഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫി സുബ്ഹി ഇദാ സുൽസിലത്തിൽ അർളു ഫി റകഅതൈനി കിൽതൈഹിമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുബ്ഹ് നമസ്കാരത്തിൽ 2 റകഅത്തിലും ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നുള്ള സൂറത്ത് ഓതി. അപ്പോൾ അതിന് നമുക്ക് തെളിവാണ്, ഒരാൾ 2 റകഅത്തിലും ഒരേ സൂറത്ത് തന്നെ ഓതിയാലും അയാളുടെ നമസ്കാരത്തിന് അതുകൊണ്ട് പ്രശ്നമില്ല. ഹൽ യജിബു ഐ യഖറഅ സൂറത്തൻ കാമില. ഇനി ഒരാൾ ഒരു സൂറത്ത് ഓതി തുടങ്ങിയാൽ അത് പൂർണ്ണമായി ഓതണം എന്നുണ്ടോ? ഒരാളൊരു സൂറത്ത് ഓതി തുടങ്ങിയാൽ കുറച്ച് ആയത്തുകൾ മാത്രം ഓതി നിർത്താൻ പറ്റുമോ?
അതല്ല, അത് പൂർത്തിയാക്കൽ നിർബന്ധമാണോ? പൂർത്തിയാക്കൽ നിർബന്ധമല്ല. ഏറ്റവും ഉത്തമമായ രൂപം 2 റക്അത്തിലാണല്ലോ നമ്മൾ ഓതുക. ഒന്നാമത്തെ റക്അത്തിൽ ഒരു സൂറത്ത് മുഴുവൻ ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ വേറൊരു സൂറത്ത് മുഴുവൻ ഓതുക. ഇതാണ് ഏറ്റവും ഉത്തമമായ രൂപം. ഇനി അതിൻ്റെ താഴെയുള്ള ഉത്തമമായ രൂപം ഒരു സൂറത്തിനെ 2 കഷ്ണാക്കി ഓതുക. ഇപ്പോൾ സൂറത്തുൽ മുൽക്ക് 1.5 പേജ് ഒന്നാമത്തെ റക്അത്തിൽ ഓതി, അടുത്ത 1.5 പേജ് രണ്ടാമത്തെ റക്അത്തിൽ ഓതി. അങ്ങനെ 2 റക്അത്ത് കൊണ്ട് ഒരു സൂറത്ത് മുഴുവനാക്കുക. ഇനി അതിനും കഴിയില്ല എങ്കിൽ ഏറ്റവും താഴ്ന്ന രൂപം ഏതെങ്കിലും ഒരു സൂറത്തിൽ നിന്ന് കുറച്ച് ആയത്തുകൾ റക്അത്തിൽ ഓതുക, വേറെ അടുത്ത റക്അത്തിൽ വേറെ ഏതെങ്കിലും സൂറത്തിൽ നിന്ന് കുറച്ച് ആയത്തുകൾ ഓതുക. അപ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഒരു റക്അത്തിൽ പൂർണ്ണമായിട്ടൊരു സൂറത്ത് ഓതുക എന്നുള്ളതാണ്. അതിന് കഴിയില്ലെങ്കിൽ 2 റക്അത്തുകളിൽ കഷ്ണാക്കി സൂറത്ത് ഫുള്ളാക്കുക. അതിനും കഴിയില്ലെങ്കിൽ മാത്രം നമ്മൾ എവിടെന്നെങ്കിലും ഇടയിൽ നിന്നെടുത്ത് ഓതുക എന്നുള്ളതാണ് ഉത്തമമായ രൂപം. മൂന്നാമത്തെ ഹുക്കുമു ഖിറാഅത്തി സൂറ ബിലാ തർത്തീബ്. തർത്തീബില്ലാതെ സൂറത്ത് ഓതുക. ഒരാൾ എന്ത് ചെയ്തു, സൂറത്തുൽ ഫലഖ് ഓതി, അത് കഴിഞ്ഞ് ബഖറ ഓതി, അല്ലെങ്കിൽ ഒരാൾ ആലിമ്രാനത്തെ ആയത്തുകൾ ഓതി, അത് കഴിഞ്ഞ് സൂറത്തുൽ നാസ് ഓതി. ഇങ്ങനെ തർത്തീബൊന്നുമില്ലാതെ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് ഓതുക. അങ്ങനെ ഓതാൻ പറ്റുമോ? അങ്ങനെ ഓതൽ അനുവദനീയമാണ്. എന്നാൽ അഫ്ളലായ രൂപം തർത്തീബോട് കൂടി ഓതുക എന്നുള്ളതാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, സ്വല്ലൈതു മഅ നബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലിൻ്റെ കൂടെ നമസ്കരിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഫ്തതഹ അൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ സുമ്മഫ്തതഹ നിസാ, പിന്നെ ആലിമ്രാൻ അല്ലേ, പക്ഷെ റസൂൽ നിസാ ആണ് ഓതിയത്. ഫഖറഹ, അത് ഓതി. സുമ്മഫ്തതഹ ആല ഇമ്രാൻ, പിന്നെ ആലിമ്രാൻ ഓതി. അപ്പോൾ തർത്തീബില്ലാതെ ഓതിയാൽ പ്രശ്നമല്ല, പക്ഷെ തർത്തീബോട് കൂടി ഓതലാണ് ഏറ്റവും ഉത്തമമായ രൂപം. അല്ലാഹു അഅലം. ഖിറാഅത്തു സൂറത്തിൽ ലിൽ മഅ്മൂം, ഇമാമിൻ്റെ പിന്നിൽ നിന്ന് മഅ്മൂമിന് സൂറത്ത് ഓതാൻ പറ്റുമോ? ഇമാമിൻ്റെ പിന്നിൽ ഫാത്തിഹ ഓതാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. ഇമാമിൻ്റെ പിന്നിൽ മഅ്മൂമിന് സൂറത്ത് ഓതാൻ പറ്റുമോ? ഇപ്പോൾ മഅ്മൂം ഫാത്തിഹ ഓതി, ഇമാമ് വലിയ സൂറത്താണ് ഓതുന്നത്. ഉറക്ക ഓതുന്ന നിസ്കാരത്തിലാട്ടോ പറയുന്നത്, രഹസ്യമായ നിസ്കാരത്തിലല്ല. ഉറക്ക ഓതുന്ന നിസ്കാരത്തിൽ ഇമാം വലിയ സൂറത്ത് ഇങ്ങനെ ഓതുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഓതുക. ചില ആൾക്കാർ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, അറിയുന്ന സൂറത്താണെങ്കിൽ കൂടെ അങ്ങനെ ഓതും, അല്ലെങ്കിൽ നമുക്കറിയുന്ന വേറെ ഏതെങ്കിലും സൂറത്ത് ഓതുക. അങ്ങനെ ചെയ്യൽ അനുവദനീയമാണോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യൽ അനുവദനീയമല്ല. കാരണം ഇമാമിൻ്റെ പാരായണം ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് മഅ്മൂനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിക്കുമ്പോൾ പിന്നിന്ന് സ്വഹാബക്കൾ ഇങ്ങനെ ഓതുകയാണ്. അപ്പോൾ നിസ്കാരം കഴിയുമ്പോൾ റസൂൽ ചോദിച്ചു, നിങ്ങൾ ഇമാമിൻ്റെ പിന്നിൽ ഓതുണ്ടോ? ലഅല്ലക്കും തഖറഊന ഖൽഫ ഇമാമിക്കും, ഇമാമിൻ്റെ പിന്നിൽ ഓതുണ്ടോ? അപ്പോൾ റസൂൽ സ്വഹാബത്ത് പറഞ്ഞു, അതേ റസൂൽ ഞങ്ങൾ ഓതുന്നുണ്ട്. അപ്പോൾ റസൂൽ ലാ തഫ്അലു, നിങ്ങളങ്ങനെ ചെയ്യരുത്. ഇല്ലാ ബി ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതിക്കോളിയും, അതല്ലാത്തത് നിങ്ങൾ ഓതരുത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയുന്ന സൂറത്താണ് ഓതുന്നത് എങ്കിലും നമ്മൾ ഇമാമിൻ്റെ കൂടെ പതുക്കെയാണെങ്കിലും ഓതൽ അനുവദനീയമല്ല. അത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു അഅലം. അപ്പോൾ ഇത്രയുമാണ് സൂറത്തുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ ഖിയാം പൂർണ്ണമായി കഴിഞ്ഞു. ഇനി അടുത്ത റുക്കിന് റുക്കൂ ആണ്. റുക്കൂ, കുനിയൽ. റുക്കൂയിലേക്ക് പോകുമ്പോൾ തക്ബീറത്തുൽ ഇന്തിഖാൽ നിർവഹിക്കണം. ഇതൊരുപാട് ആളുകൾക്ക് തെറ്റ് സംഭവിക്കുന്ന ഒരു മേഖലയാണ്. തക്ബീറത്തുൽ ഇന്തിഖാൽ എന്താണ്? ഈ തക്ബീറത്തുൽ ഇന്തിഖാൽ എന്ന് പറഞ്ഞാൽ, തക്ബീറത്തുൽ ഇന്തിഖാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഖിയാമെന്ന റുക്കൂയിലേക്ക് പോകുമ്പോൾ ഒരു അല്ലാഹു അക്ബർ പറയല്ലോ, ഇതിനെയാണ് തക്ബീറത്തുൽ ഇന്തിഖാൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ അവിടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു പോകണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഹദീസിൽ അദ്ദേഹം പറയാണ്, അന്ന ഇബ്നു ഉമറ കാന ഇദാ ദഖല ഫിസ്വലാത്തി റഫഅ കബ്ബറ വറഫഅ യദൈഹി, തക്ബീർ ചൊല്ലും, കൈകൾ ഉയർത്തും. അതുപോലെ തന്നെ വ ഇദാ റകഅ, റുക്കൂയിലേക്ക് പോകുമ്പോഴും റഫഅ യദൈഹി, കൈകൾ ഉയർത്തും. അപ്പോൾ നമ്മൾ റുക്കൂയിലേക്ക് പോകുമ്പോഴും കൈകൾ ഉയർത്തണം. അപ്പോൾ കൈകൾ ഉയർത്തുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നില്ലേ, ചുമല് വരെ അല്ലെങ്കിൽ ചെവി വരെ കൈപ്പത്തി കിബിലക്ക് നേരെയായിരിക്കണം, വിരലുകളെല്ലാം കൂട്ടിപ്പിടിക്കണം, ചേർത്ത് പിടിക്കണം, ഇതൊക്കെ ഇവിടെ ശ്രദ്ധിക്കണം. അങ്ങനെ കൈകൾ ഉയർത്തിയിട്ടാണ് റുക്കൂയിലേക്ക് പോകേണ്ടത്. അല്ലാഹു അക്ബർ പറയണം, അതാണ് തക്ബീറത്തുൽ ഇന്തിഖാൽ. ഇത് വാജിബാണ്. ഒരാൾ മനഃപൂർവ്വം അല്ലാഹു അക്ബർ പറയാതിരുന്നാൽ അവൻ്റെ നമസ്കാരം ബാത്തിലാണ്. അത് മഅ്മൂമാണെങ്കിലും ശരി, ഇമാമാണെങ്കിലും ശരി, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലും ശരി, ഈ അല്ലാഹു അക്ബർ മനഃപൂർവ്വം പറയാതിരുന്നാൽ അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞാൽ അവൻ്റെ നമസ്കാരം ബാത്തിലാണ്. അപ്പോൾ അല്ലാഹു അക്ബർ നമ്മൾ പറയണം. എപ്പോൾ പറയണം? ഇവിടെയാണ് ഒരുപാട് ആളുകൾക്ക് തെറ്റുപറ്റാറുള്ളത്. എപ്പോൾ പറയണം? റുക്കൂയിലേക്ക് എത്തിയതിന് ശേഷം പറയണോ? റുക്കൂയിലേക്ക് പോകുമ്പോൾ പറയണോ? പറഞ്ഞുകൊണ്ട് തുടങ്ങണോ?
എങ്ങനെ ചെയ്യണം? 5 രൂപങ്ങൾ ഇതിൽ കാണാം. 5 രൂപങ്ങൾ ഞാൻ ഓരോന്നും കാണിക്കാം. ഒന്നാമത്തെ രൂപം, നമ്മൾ ഖിയാമിൽ നിൽക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യുക? അല്ലാഹു അക്ബർ. ഇപ്പം എന്താണ്ടായി? ഖിയാമെന്ന് അല്ലാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ടാണ് റുക്കൂയിലേക്ക് പോയത്. ഇതൊരു രൂപം. രണ്ടാമത്തെ രൂപം, അല്ലാഹു അക്ബർ, ഖിയാമെന്ന് പറഞ്ഞ് തുടങ്ങി, പോകുന്നതിനിടയിൽ പൂർത്തിയാക്കി. മൂന്നാമത്തെ രൂപം, അല്ലാഹു അക്ബർ, ഖിയാമെന്ന് വിട്ടതിന് ശേഷം തുടങ്ങി, റുക്കൂയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ പൂർത്തിയാക്കി. നാലാമത്തെ രൂപം, അല്ലാഹു അക്ബർ, വിട്ടതിന് ശേഷം തുടങ്ങി, റുക്കൂയിലെത്തിയിട്ടാണ് പൂർത്തിയാക്കിയത്. അഞ്ചാമത്തെ രൂപം, അല്ലാഹു അക്ബർ, റുക്കൂയിലെത്തിയതിന് ശേഷമാണ് ആരംഭിച്ചത്. ഈ 5 രൂപവും നമുക്ക് പള്ളികളിൽ കയറിയാൽ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 രൂപങ്ങൾ അത് നിസ്കാരം ബാത്തിലാക്കി കളയുമെന്ന് പണ്ഡിതന്മാർ ശക്തമായിട്ട് പറഞ്ഞതാണ്, അഭിപ്രായ വ്യത്യാസമില്ലാതെ പറഞ്ഞതാണ്. 2 രൂപങ്ങൾ അതേതാണ്? ഒന്ന്, ഖിയാമെന്ന് തന്നെ പൂർണ്ണമായിട്ട് പറയാം, അല്ലാഹു അക്ബർ, എന്നിട്ട് പോവുക. രണ്ടാമത്തെ, റുക്കൂയിലേക്ക് എത്തിയതിന് ശേഷം പറയാം, അല്ലാഹു അക്ബർ. ഈ 2 രൂപവും നിസ്കാരത്തെ ബാത്തിലാക്കും. അപ്പോൾ ഇത് റുക്കൂയിലേക്ക് മാത്രമല്ല, ഇനി നമ്മൾ ബാക്കിയുള്ളടത്തൊന്നും പറയില്ല, ഇത് എല്ലായിടത്തും ഉണ്ട്. ഇനി റുക്കൂവിന് ഇത്തിദാലിലേക്ക് പൊന്തുമ്പോഴും ഇത് ശ്രദ്ധിക്കണം, ഇത്തിദാലിന് സുജൂദ് പോകുമ്പോഴും ഇതുണ്ട്, സുജൂദിന് ഇടയ്ക്കൽ ഇത്തത്തിൽ വരുമ്പോഴൊക്കെ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. തക്ബീറത്തുൽ ഇന്തിഖാൽ അവിടെയൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ 2 രൂപങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കും നമ്മൾ പറഞ്ഞു. നിന്നുകൊണ്ട് ചെയ്താലും അതുപോലെ തന്നെ അവിടെ എത്തിയിട്ട് ചെയ്താലും, സുജൂദ് പോകുമ്പോഴും സുജൂദ് എത്തിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സുജൂദിനെ എഴുന്നേറ്റിരുന്നതിന് ശേഷം, പല ഇമാമുകളും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സുജൂദിന് എഴുന്നേറ്റിരിക്കും, ഇരുന്നതിന് ശേഷമാണ് തക്ബീർ ചെല്ലുക. അല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിന് രണ്ടാമത്തെ റക്അത്ക്ക് എഴുന്നേറ്റ് നിന്നതിന് ശേഷമാണ് അല്ലാഹു അക്ബർ ചെല്ലുക. ഇതൊക്കെ നിസ്കാരത്തിനെ ബാത്തിലാക്കി കളയും. മൂന്നാമത്തെ രൂപം നമ്മൾ പറഞ്ഞത്, ഖിയാമെന്ന് തുടങ്ങുക, എന്നിട്ട് നമ്മൾ പോകണതിൻ്റെ ഇടയിൽ പൂർത്തിയാക്കുക. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഇതും നമസ്കാരത്തെ ബാത്തിലാക്കും. അപ്പോൾ ശരിയായ രൂപം ഒന്നാണ്. ചില പണ്ഡിതന്മാർ രണ്ടാമത്തെ രൂപവും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായ രൂപം ഏതാണ്? ഖിയാമെന്ന് വിടണം. കാരണം ഖിയാമിൽ അല്ലാഹു അക്ബർ എന്ന് ചെല്ലാനുണ്ടോ? ഖിയാമിൽ നമുക്ക് ദുആഉൽ ഇസ്തിഫ്താഹും തക്ബീറത്തുൽ ഇഹ്റാം ആദ്യം, പിന്നെ ദുആഉൽ ഇസ്തിഫ്താഹ്, ഫാത്തിഹ, സൂറത്ത്. ഖിയാമിൽ അല്ലാഹു അക്ബർ ഇല്ല. റുക്കൂയിൽ അല്ലാഹു അക്ബർ ഉണ്ടോ? റുക്കൂയിൽ പ്രാർത്ഥനകളാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മഹൽ എവിടെയാണ്? സ്ഥാനം എവിടെയാണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ്. അപ്പം എങ്ങനെ? അല്ലാഹു അക്ബർ. മനസ്സിലായല്ലോ? നമ്മൾ ഖിയാമെന്ന് വിട്ടതിന് ശേഷം തുടങ്ങണം, റുക്കൂയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അവസാനിക്കണം. സുജൂദ് പോകുമ്പോൾ ഇതേപോലെ തന്നെ ഖിയാമെന്ന് വിട്ടതിന് ശേഷം തുടങ്ങണം, സുജൂദിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അവസാനിക്കണം. അപ്പോൾ ചില ഇമാമുകൾ ഈ ഒരു രീതി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു താളത്തിന് വേണ്ടിയിട്ട് നീട്ടും. അപ്പോഴാണ് ഈ പ്രശ്നം വരിക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഖിയാമെന്ന് വിട്ടതിന് ശേഷം തുടങ്ങി, റുക്കൂയിലേക്ക് എത്തിയപ്പോഴാണ് തീർന്നത്, അതും പ്രശ്നമില്ല. കാരണം അത് നമുക്ക് ചിലപ്പോൾ റുക്കൂയിലേക്ക് എത്തുന്നതിന് മുമ്പ് തീർക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റുക്കൂയിലേക്ക് എത്തിയാലും അയാൾ അവിടെയാണ് പൂർത്തിയാവണമെന്ന് വെച്ചാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും ശരിയായ രൂപം ഏതാണ്? ഒരു റുക്കിൽ നിന്ന് വിടണം, അടുത്ത റുക്കിനിലേക്ക് എത്തരുത്. അതിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം പറയേണ്ടത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഖിയാമിൽ നിന്നുകൊണ്ട് പറഞ്ഞാലും അടുത്ത റുക്കൂയിൽ നിന്നുകൊണ്ട് പറഞ്ഞാലും നമസ്കാരം ബാത്തിലാണ്. അത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മസലയാണ്. ശരി, അപ്പോൾ തക്ബീറത്തുൽ ഇന്തിഖാലാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ റുക്കൂയിലേക്ക് പോയി. ഇനി സിഫത്തുർ റുക്കൂ, റുക്കൂഇൻ്റെ രൂപം. എങ്ങനെയാണ് റുക്കൂ ചെയ്യേണ്ടത്? റുക്കൂയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ മുതുക് കണ്ടില്ല നിങ്ങൾ? തലയും പിരടിയും മുതുകൊക്കെ ഒരേ രൂപത്തിലാണ്. ഇങ്ങനെയാണ് റുക്കൂയിൽ നിൽക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, വക്കാന ഇദാ റകഅ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂ ചെയ്ത് കഴിഞ്ഞാൽ ലം യുഷ്ഖിസ് റഅസഹു വലം യുസവ്വിബുഹു, റസൂലിൻ്റെ തല നല്ലോണം കുനിയൂല്ല, നല്ലോണം ഉയർത്തൂല്ല. ഏതുപോലെ? ഇതാ കണ്ടില്ലേ? അവിടെ തല നല്ലോണം ഉയർത്തിയിട്ടുണ്ട്, ഇവിടെ തല നല്ലോണം കുനിച്ചിട്ടുണ്ട്. ഈ 2 രൂപം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നില്ല. വലാക്കിൻ ബൈന ദാലിക, റസൂലിൻ്റെ റുക്കൂ അതിനിടയിലായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ നല്ലോണം കുനിയൂല്ല, നല്ലോണം തല ഉയർത്തൂല്ല, മധ്യമ രൂപത്തിൽ. എങ്ങനെ? ഹദീസിൽ പറയാണ്, ഫക്കാന ഇദാ റകഅ
റസൂൽ റുക്കൂ ചെയ്ത് കഴിഞ്ഞാൽ സവ്വാ ലഹ്റഹു, തൻ്റെ മുതുക് ഇങ്ങനെ സ്റ്റഡിയാക്കും. ഹത്താ ലൗ സുബ്ബ അലൈഹിൽ മാഉ ലസ്തഖറ, ആ റസൂലിൻ്റെ പിരടിയിലേക്ക് വെള്ളം ഒഴിച്ചാൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ അതവിടെ ഉറച്ചു നിൽക്കും, അതിങ്ങനെ ചെരിഞ്ഞു പോവില്ല എന്ന്. അത്രയും സ്റ്റഡിയായ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലോണം എന്ത് ചെയ്യാൻ പാടില്ല, ചില ആൾക്കാർ റുക്കുവൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇജൊക്കെ വന്നിട്ടുണ്ടല്ലേ, അടിയിൽ കൂടെ മുട്ടിൻ്റെ ഇടയിൽ കൂടെ പിന്നില്ലോനൊക്കെ നോക്കും. ആ രൂപത്തിലൊന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മളിങ്ങനെ എത്തിയില്ലാത്ത രൂപത്തിൽ അതും അനുവദനീയമല്ല. നമ്മൾ എന്താണ്, ഈ രൂപത്തിലാണ് റുക്കൂ ചെയ്യേണ്ടത്. ഇനി റുക്കൂ ചെയ്യുമ്പോൾ നമ്മൾ മുതുകും തലയും വെക്കേണ്ട രൂപമാണ് പറഞ്ഞത്. കൈകൾ എവിടെ വെക്കണം? റുക്കൂ ചെയ്യുമ്പോൾ മുട്ടിലാണ് കൈകൾ വെക്കേണ്ടത്, തൊടയിലല്ല, കണങ്കാലിലുമല്ല, മുട്ടിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂ ചെയ്താൽ വകാന ഇദാ റകഅ അംകന അലാ റുക്ബതൈഹി, അംകന അലാ റുക്ബതൈഹി, കൈകൾ എന്ത് ചെയ്യും, റസൂൽ റുക്ബത്തിൽ മുട്ടിൽ വെക്കുമായിരുന്നു. മുട്ടിൽ വെക്കും എന്നാണ്. ഈ മുട്ടിൽ വെക്കുന്നത് എങ്ങനെയാണ്? മുട്ടിൽ വെക്കുമ്പോൾ മുട്ടിലാണ് വെക്കേണ്ടത്. മുട്ടിൽ വെക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫാ യദൈഹി, ഹദീസിൽ വന്നു ശരീരത്തിൽ നിന്നും കൈ വിട്ടു വെക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ വെക്കൂല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശരീരത്തിൽ നിന്ന് വിടർത്തി വെക്കുമായിരുന്നു. അതുപോലെ തന്നെ വവളഅ യദൈഹി അലാ റുക്ബതൈഹി, കൈകൾ മുട്ടിൽ വെക്കും. വഫറജ ബൈന അസ്വാബിഅഹി, വിരലുകൾ വിടർത്തി വെക്കും. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിലും റുക്കൂയിലേക്ക് പോകുമ്പോഴൊക്കെ കൈകൾ ഉയർത്തണം നമ്മൾ പറഞ്ഞു. അപ്പം എങ്ങനെയാണ് കൈകൾ വെക്കേണ്ടത്? കൂട്ടി പിടിച്ചിട്ടാണ്. എന്നാൽ റുക്കൂയിൽ മുട്ടിൽ കൈകൾ വെക്കേണ്ടത് ഇങ്ങനെയാണ്. എത്രത്തോളം? ഹദീസിൽ പറയാണ് ഹത്തസ്തഖറ കുല്ല ശൈഇൻ മിൻഹു, ആ മുട്ടിൽ ഓരോന്നിങ്ങനെ പതിയണം. അപ്പം ഇങ്ങനെ പിടിക്കണം എന്ന്, ശരിക്കും ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കണം. അതുമാത്രമല്ല വിരൽ ഇങ്ങനെ വിടർത്തി പിടിക്കണത് കൊണ്ട് നമ്മളെ വിരൽ, അറ്റത്തിലുള്ള വിരലുകളൊക്കെ മുട്ടിൻ്റെ പിറകിലേക്ക് വരണം. ഇതങ്ങനെ ഈ ചിത്രത്തിൽ നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. കണ്ടോ, വിരലുകൾ വിടർത്തി പിടിച്ചിട്ടുണ്ട്, ശരിക്കും മുട്ടിലിങ്ങനെ പിടിച്ചിക്കുകയാണ്. അതിനെ വക്കലല്ല, ശരിക്കും എന്ത് ചെയ്യണം, ഹത്തസ്തഖറ കുല്ല ശൈഇൻ മിൻഹു, അല്ലാതെ പതിഞ്ഞ് നിൽക്കണം എന്നാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കൈകൾ വിടർത്തി പിടിക്കുകയും വേണം. അതാണ് റുക്കൂവിൻ്റെ രൂപം. അതാണ് റുക്കൂവിൻ്റെ രൂപം. കാലുകൾ കൂട്ടി വെക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെങ്ങനെയാണോ ഖിയാമിൽ നിന്നിരുന്നത് അതുപോലെ തന്നെ കാലുകൾ വിട്ടുവെക്കണം. ഇനി റുക്കൂഇൽ ഹുക്മു മൻ തഖല്ലഫ അനിൽ ഇമാം, ഇമാമിനെ പിന്തൽ. ഇത് ചില ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇമാമിനെ റുക്കൂഇൽ പിന്തുക. അതെങ്ങനെയാണ്? ഇമാം റുക്കൂയിലേക്ക് പോയി, അപ്പോൾ ഇവൻ്റെ ഫാത്തിഹ ഓതൽ കഴിഞ്ഞിട്ടില്ല, ഫാത്തിഹ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇമാം ഇഅ്തിദാലിലേക്ക് വന്നു, അപ്പോഴാണ് ഇവൻ ഫാത്തിഹ കഴിഞ്ഞിട്ട് റുക്കൂയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇമാമിനെ പിന്തുക. ഇമാമിനെ പിന്തിയാൽ എന്താണ് വിധി? 4 രൂപത്തിലാണ് മഅ്മൂം ഇമാമിൻ്റെ കൂടെ ഉണ്ടാവുക. 4 രൂപത്തിൽ. ഒന്നുകിൽ മുസാബക്കത്ത് സംഭവിക്കും, അല്ലെങ്കിൽ തഖല്ലുഫ് സംഭവിക്കും, അല്ലെങ്കിൽ മുവാഫക്കത്ത് സംഭവിക്കും, അല്ലെങ്കിൽ മുതാബഅത്ത് സംഭവിക്കും. മുസാബക്കത്ത് എന്ന് പറഞ്ഞാൽ ഇമാമിനെ മുൻകടക്കുക. നമുക്ക് ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ തോന്നും ഇപ്പോൾ ഞാനേ ഇമാമു ബനെ ഇമാമു തോന്നിപ്പോകും. ആ രൂപത്തിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, നമ്മൾ സുജൂദിനേൻ്റെ മുമ്പ് തന്നെ സുജൂദിലേക്ക് പോകും, ഇമാമിനെ മുൻകടന്ന് ചെയ്യും. അല്ലെങ്കിൽ ഇമാം റുക്കൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ റുക്കൂയിലേക്ക് പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായിട്ട് അത് പറഞ്ഞു. അമാ യഖ്ഷ അഹ്ദുക്കും ഇദാ റഫഅ റഅസഹു ഖബ്ലൽ ഇമാമി അൻ യജ്അലല്ലാഹു റഅസഹു റഅസ ഹിമാരിൻ ഔ യജ്അലല്ലാഹു സൂറതഹു സൂറത ഹിമാരിൻ. നിങ്ങൾ ഇമാമ് തലയുയർത്തുന്നതിന് മുമ്പേ തലയുയർത്തുന്ന നിങ്ങളിൽ ഒരാൾ ഭയപ്പെടുന്നില്ലേ? എന്തിനെ? അവൻ്റെ തലയെ അള്ളാഹു കഴുതയുടെ തലയാക്കി മാറ്റുന്നതിനെ, അല്ലെങ്കിൽ അവൻ്റെ രൂപത്തെ അള്ളാഹു കഴുതയുടെ രൂപമാക്കി മാറ്റുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ ശക്തമായ താക്കീതാണത്. അതുകൊണ്ട് ഹറാമാണ്. ഇമാം ഒരു റുക്കിന് ചെയ്യുന്നതിന് മുമ്പേ ഇമാമിനെ മുൻകടന്നുകൊണ്ട് ചെയ്താൽ അത് ഹറാമാണ്. ഇമാമ് സുജൂദിലേക്ക് പോണതിൻ്റെ മുമ്പ് സുജൂദിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, അല്ലേ? ഇമാമ് റുക്കുയിലേക്ക് പോണതിൻ്റെ മുമ്പ് റുക്കുയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. അങ്ങനെ ചെയ്താൽ നമസ്കാരത്തിന് പ്രശ്നമുണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു റുക്കിൻ ഇമാമിനെ മുൻകടന്നുകൊണ്ട് മനഃപൂർവ്വം ചെയ്താൽ അവൻ്റെ നമസ്കാരം ബാത്തിലാണ്. ഇമാം റുക്കുയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാൾ മനഃപൂർവ്വം റുക്കുയിലേക്ക് പോയാൽ, ഇമാം സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാൾ മനഃപൂർവ്വം സുജൂദിലേക്ക് പോയാൽ അവൻ്റെ നമസ്കാരം ബാത്തിലാണ്. അത്രയും ഗൗരവമുള്ള വിഷയമാണ്.
ഇനി ഒരാൾ അറിയാതെയാണ് പോയത് എങ്കിലോ ഇമാമ് എന്ത് ചെയ്യാണ്? ഇമാമ് റുക്കൂയിലാണ്, മഅ്മൂമികൾ റുക്കൂയിലാണ്. ഒരാൾ അറിയാതെ എഴുന്നേറ്റു ഇത്തിദാലിക്ക് വന്നു. അപ്പോൾ ഇമാമ് റുക്കൂയിലാന്ന് ഓർമ്മ വന്നു. അവന് വേഗം റുക്കൂയിലേക്ക് തിരിച്ചു മടങ്ങണം. എന്നിട്ട് ഇമാമിൻ്റെ കൂടെ ഇത്തിദാലിലേക്ക് വരണം. അങ്ങനെയാണ് അവൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇമാമിനെ മുൻകടക്കലാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തത് ഇമാമിനെ തഖല്ലുഫ് ചെയ്യുക, ഇമാമിനെ പിന്തുക. അഥവാ ഇമാം റുക്കൂയിലേക്ക് പോയി, ഇബൻ ഫാത്തിഹ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഫാത്തിഹ കംപ്ലീറ്റ് ആയപ്പോഴേക്കിന് ഇമാം ഇത്തിദാലിലേക്ക് വന്നു. എന്നിട്ടാണ് ഇപ്പം ഫാത്തിഹ കംപ്ലീറ്റ് ആക്കി റുക്കൂയിലേക്ക് പോയത്. അപ്പോൾ ഒരു റുക്കിന് ഇവൻ ഇമാമിനെ പിന്തി, അവൻ്റെ നമസ്കാരവും ബാത്തിലാകും. ഒരാൾ സുജൂദിൽ കിടക്കുകയാണ്, ഇമാം സുജൂദ് നീച്ചു. ഇപ്പോൾ സുജൂദിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം കിട്ടും. അപ്പോൾ ഇവൻ കുറച്ച് തോനെ പ്രാർത്ഥിക്കാൻ കരുത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇമാം ഇടയിലെ ഇരുത്തത്തിലേക്ക് വന്നു, അടുത്ത സുജൂദിലേക്ക് പോയപ്പോഴും ഇപ്പം സുജൂദിലാണ്, ഇവൻ്റെ നമസ്കാരം ബാത്തിലാണ്. അപ്പോൾ ഒരു റുക്കിന് ഇമാമിനെ മുന്തിയാലും പിന്തിയാലും മനഃപൂർവ്വമാണ് ചെയ്തത് എങ്കിൽ അവൻ്റെ നമസ്കാരം ബാത്തിലാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു 2 റുക്കിന് പിന്തിയാലേ അല്ലെങ്കിൽ 2 റുക്കിന് മുന്തിയാലേ ബാത്തിലാകൂ, എന്നാലും ഒരു റുക്കിന് മുന്തിയാലും പിന്തിയാലും ബാത്തിലാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുള്ളത് കൊണ്ട് അത് ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമത്തെ രൂപം മുവാഫക്കത്താണ്, അഥവാ ഇമാമിൻ്റെ കൂടെ ചെയ്യാം. ഇമാം റുക്കൂയിലേക്ക് പോകുമ്പോൾ തന്നെ പോവാം, ഇമാം എഴുന്നേൽക്കുമ്പോൾ ഒപ്പം എഴുന്നേൽക്കുക, ഇമാമിൻ്റെ കൂടെ ചെയ്യാം. ഇതും ഹദീസ് എന്ന് മനസ്സിലാകുന്നത് ഇതും ഹറാമാണെന്നുള്ളതാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തർകഉ ഹത്താ യർകഅ വലാ തസ്ജുദു ഹത്താ യസ്ജുദ. ഇമാം റുക്കൂ ചെയ്യുന്നത് വരെ നിങ്ങൾ റുക്കൂ ചെയ്യരുത്, ഇമാം സുജൂദ് ചെയ്യുന്നത് വരെ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. അപ്പോൾ ഇമാമിൻ്റെ കൂടെ ചെയ്യലും അനുവദനീയമല്ല. ഇനി നാലാമത്തെ രൂപമുണ്ട്, അതാണ് ശരിയായ രൂപം, മുത്താബഅത്ത്, പിന്തുടരൽ. ഇമാം റുക്കൂ ചെയ്ത് കഴിഞ്ഞാൽ റുക്കൂ ചെയ്യാം, ഇമാം സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ സുജൂദ് ചെയ്യാം. അതാണ് സ്വഹാബത്ത് പറഞ്ഞത്, ലം യഹ്നു അഹദും മിന്നാ ലഹ്റഹു ഹത്താ നറാഹു ഖദ് സജദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു എന്ന് ഞങ്ങൾ കണ്ടാലേ ഇഅ്തിദാലിൽ നിന്ന് ഞങ്ങളുടെ മുതുകുകൾ വളക്കാറുള്ളൂ. അപ്പോൾ ഇമാം ഒരു റുക്കിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ നമ്മളും ആ റുക്കിന് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അദ്കാറു റുക്കൂയിൽ എന്തൊക്കെ ദിക്റുകൾ ചെല്ലാം? സാധാരണ നമ്മൾ ചെല്ലു സുബ്ഹാന റബ്ബിയൽ അലീം എന്ന ദിക്റാണ്. എത്ര പ്രാവശ്യം ചെല്ലണം? ഒരു പ്രാവശ്യം ചെല്ലലാണ് വാജിബ്. ഇതിൻ്റെ ഏറ്റവും താഴ്ന്ന ഒരു രൂപം, സുന്നത്തിൻ്റെ രൂപം 3 പ്രാവശ്യമാണ്. അതിൻ്റെ കമാൽ, പൂർത്തീകരണം 10 പ്രാവശ്യമാണ്. 10 പ്രാവശ്യം ചെല്ല്. ഇത് ഇമാമിന്. എന്നാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലോ അയാൾക്ക് ഇഷ്ടമുള്ളത്രേ അധികരിച്ച് അയാൾക്ക് ചെല്ലാം. ഇമാമ് കുറേ അധികരിപ്പിച്ചാൽ മൗമൂമികൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇമാം 10ൽ കൂടുതൽ അധികരിപ്പിക്കൽ നല്ലതല്ല. അപ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം, പിന്നെ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, അത് വളരെയധികം മഹത്വമുള്ള ഒരു ദിക്റാണ്. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയുമ്പോൾ അതിൽ അള്ളാഹുവിനെ തഅലീം, മഹത്വപ്പെടുത്തലാണ് വരുന്നത്, തസ്ബീഹും. എന്നാൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന ദിക്റിൽ തസ്ബീഹും ഉണ്ട്, തഹ്മീദും ഉണ്ട്, ഇസ്തിഗ്ഫാറും ഉണ്ട്. അതുകൊണ്ട് ആ ദിക്ർ നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയില്ലേ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിരിഹ് ഇന്നഹു കാന തവ്വാബ എന്ന ആയത്തിറക്കിയപ്പോൾ അത് കഴിഞ്ഞ് റസൂൽ ഏകദേശം 3 മാസത്തോളാണ് പിന്നെ ജീവിച്ചത്. ആ 3 മാസവും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂയിലും സുജൂദിലും ഈ ദിക്ർ തന്നെയാണ് ചൊല്ലിയിരുന്നത് എന്ന് ഹദീസുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി അത് നമ്മൾ അധികരിപ്പിക്കുക. പിന്നെ റുക്കൂയിൽ ഏതെങ്കിലും ദിക്റുണ്ടോ? സുബ്ഹാനദിൽ ജബറൂത്തി വൽ മലകൂത്തി വൽ കിബ്രിയാഇ വൽ അളമത്തി, അത് റുക്കൂയിൽ ചെല്ലാനുള്ളൊരു ദിക്റാണ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്, റുക്കൂയിൽ ചെല്ലാനുള്ള ദിക്റാണ്. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സംഈ വബസ്വരി വമുഖി വഅളമി വഅസബി, റുക്കൂയിൽ ചെല്ലാനുള്ള ദിക്റാണ്. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ റുക്കൂയിൽ ചെല്ലാൻ വേണ്ടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വബിഹംദിഹി കൂട്ടിയാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു വബിഹംദിഹി എന്ന സിയാദത്ത് ലഈഫാണ്, ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾക്ക് ഒരുപാട് ചർച്ചകൾക്ക് ശേഷം അവസാനം നമുക്ക് മനസ്സിലാവുന്നത് വബിഹംദിഹി ചേർത്താലും പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്നൊരാൾ ചെല്ലിയാലും അത് പ്രശ്നമില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്നാൽ ഒരുപാട് പണ്ഡിതന്മാർ അത് ലഈഫാണ്, ദുർബലമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് മാത്രം ഒതുക്കലായിരിക്കും നല്ലത്. എന്നാൽ വബിഹംദിഹി എന്ന്
പറയൽ അനുവദനീയമാണത് സ്വഹീഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാഹു അഅലം. അവിടെ മറ്റൊരു മസ്അല, സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയൽ നിർബന്ധമുണ്ടോ? അഥവാ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി മാത്രം പറഞ്ഞാൽ മതിയോ? സുബ്ഹാന റബ്ബിയൽ അലീം പറയാതെ? അല്ലെങ്കിൽ സുബ്ഹൂൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർ-റൂഹ് മാത്രം പറഞ്ഞാൽ മതിയോ? അതല്ല, സുബ്ഹാന റബ്ബിയൽ അലീം എന്നൊരു പ്രാവശ്യമെങ്കിലും പറയേണ്ടതുണ്ടോ? എന്നിട്ടാണോ ഈ ദിക്റുകൾ ചെല്ലേണ്ടത്? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു സുബ്ഹാന റബ്ബിയൽ അലീം ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലൽ നിർബന്ധമാണ്, അതിനുശേഷമേ മറ്റുള്ള ദിക്റുകൾ ചെല്ലാൻ പറ്റൂ. ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, ഏത് ദിക്റും ചെല്ലാം, സുബ്ഹാന റബ്ബിയൽ അലീം ചെല്ലാൻ നിർബന്ധമൊന്നുമില്ല, ഏത് ദിക്റ് ചെല്ലുന്നത് കൊണ്ടും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂക്ഷ്മതക്ക് നല്ലത് സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് ഒരു തവണയെങ്കിലും നമ്മൾ ചെല്ലലാണ്, അതിനുശേഷം മറ്റുള്ള ദിക്റുകൾ ചെല്ലലാണ് സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അല്ലാഹു അഅലം. മത്താ യുദ്രിക്കു റക്അ, എപ്പോഴാണ് ഇമാമിൻ്റെ കൂടെ ചേർന്ന ഒരാൾക്ക്, ഇമാമിൻ്റെ കൂടെ തുടങ്ങിയ ആൾക്കല്ല, ഇമാമിൻ്റെ കൂടെ ചേർന്ന ഒരാൾക്ക് എപ്പോഴാണ് റക്അത്ത് ലഭിക്കുക? നമുക്കറിയാം റുക്കൂ ലഭിച്ചാലാണ്. അതുകൊണ്ടാണ് റുക്കൂയിൽ ഈ മസ്അല കൊണ്ടുവന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അദ്റക റുകൂഅ ഫഖദ് അദ്റക റക്അ, ആർക്കെങ്കിലും റുക്കൂ ലഭിച്ചാൽ അവനക്ക് റക്അത്ത് ലഭിച്ചു. അപ്പോൾ റുക്കൂ ലഭിച്ചാൽ റക്അത്ത് ലഭിച്ചു. ഇനി അടുത്തൊരു മസ്അല, റുക്കൂഇൽ എങ്ങനെ ഇമാമിൻ്റെ കൂടെ കിട്ടിയാലാണ് റക്അത്ത് ലഭിക്കുക? ഇമാമിൻ്റെ കൂടെ ഒറ്റ സെക്കൻഡ് കിട്ടിയാൽ മതിയോ? അതല്ല ഒരു സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് ചെല്ലാനുള്ള സമയമെങ്കിലും കിട്ടണോ? അതല്ല 3 തവണ സുബ്ഹാന റബ്ബിയൽ അലീം ചെല്ലാനുള്ള സമയമെങ്കിലും കിട്ടണോ? എങ്ങനെയാണ് നമുക്ക് റക്അത്ത് കിട്ടാം? അതിൽ ശരിയായ അഭിപ്രായം, ഒരു ലഹളത്ത്, ഒരു സെക്കൻഡെങ്കിലും ഇമാമിൻ്റെ കൂടെ റുക്കൂ കിട്ടിയാൽ അവന് റക്അത്ത് കിട്ടി. അപ്പോൾ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ കുനിഞ്ഞ് കൈകൾ കാൽമുട്ടിലേക്ക് വെച്ചു, കുനിയൽ പൂർണ്ണമായിട്ടില്ല, അഖല്ലു റുക്കൂ എന്നാണ് അതിന് പറയുക. അഖല്ലു റുക്കൂ പറഞ്ഞാൽ റുക്കൂവിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. അതെന്താ? കൈകൾ കാൽമുട്ടിലേക്ക് വെക്കല, കുനിയൽ പൂർണ്ണമായിട്ടില്ല, കുനിഞ്ഞുകൊണ്ടിരിക്കണുള്ളൂ. പക്ഷെ കൈകൾ കാൽമുട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ റുക്കൂ തുടങ്ങി. അങ്ങനെ നമുക്ക് ഇമാമിൻ്റെ ഒപ്പം കിട്ടിയിട്ടുണ്ടോ? റക്അത്ത് കിട്ടി. നമ്മൾ സുബ്ഹാന റബ്ബിൽ അലീം ഒരു പ്രാവശ്യം ചെല്ലിയിട്ടില്ലെങ്കിലും, നമ്മൾ കുനിയൽ പൂർണ്ണമായിട്ടില്ലെങ്കിലും കൈകൾ കാൽമുട്ടിലേക്ക് വെച്ചു, അപ്പോഴും ഇമാം റുക്കൂയിൽ തന്നെ ഉണ്ട് എങ്കിൽ നമുക്ക് റുക്കൂ കിട്ടി. നമ്മൾ കാൽമുട്ടിലേക്ക് വെച്ചപ്പോഴാണ് ഇമാം പൊന്തണത്, നമുക്ക് റക്അത്ത് കിട്ടിയിട്ടുണ്ട്. അതാണ് അതിലുള്ള ഏറ്റവും ശരിയായ അഭിപ്രായം. അല്ലാഹു അഅലം. ഇലാ അയ്ന യൻദുറുൽ മുസല്ലി അസ്നാ അർറുക്കൂ, റുക്കൂഇൻ്റെ സമയത്ത് എവിടേക്കാണ് നോക്കേണ്ടത്? ഖിയാമിൽ നമ്മൾ പറഞ്ഞു സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. റുക്കൂഇൽ എവിടേക്കാണ് നോക്കേണ്ടത്? കാലിലേക്കാണോ, മുന്നിലേക്കാണോ, സുജൂദിലേക്കാണോ, എവിടേക്കാണ് നോക്കേണ്ടത്? റുക്കൂഇലും നമ്മൾ നോക്കേണ്ടത് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെയാണ്. തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ്. അല്ലാഹു അഅലം. അപ്പോൾ നമ്മൾ റുക്കൂ കഴിഞ്ഞു. ഇനി അടുത്തത് അൽ ഇഅ്തിദാൽ, അടുത്ത റുക്കിനാണ് ഇഅ്തിദാൽ. ഇപ്പോൾ റുക്കൂയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് പൊന്തുമ്പോൾ അവിടെ നമ്മൾ തക്ബീറത്തുൽ ഇന്തിഖാൽ അല്ലേ, പൊന്തുന്ന തക്ബീർ അല്ല, അവിടെ തസ്മീ ആണ് നമ്മൾ ചെല്ലുക. സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന തസ്മീ ആണ് നമ്മൾ നിർവഹിക്കുക. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കൈകൾ ഉയർത്തണം. അപ്പോൾ റുക്കൂയിൽ നിന്ന് പൊന്തുമ്പോഴും വെറുതെ പൊന്താൻ പാടില്ല, കൈകൾ എന്ത് ചെയ്യണം? ഉയർത്തി നമ്മൾ കൈകൾ താഴ്ത്തണം. അപ്പോൾ 3 സന്ദർഭത്തിൽ കൈകൾ ഉയർത്താൻ നമ്മൾ പറഞ്ഞു. 1 തക്ബീറത്തുൽ ഇഹ്റാമിൽ, 2 റുക്കൂയിലേക്ക് പോകുമ്പോൾ, 3 ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ, ഈ 3 സന്ദർഭത്തിലും കൈകൾ ഉയർത്തണം. അപ്പോൾ കൈകൾ ഉയർത്തുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒക്കെ ശ്രദ്ധിക്കണം, ചുമല് വരെ, കൈപ്പത്തി വരെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സന്ദർഭത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെ? അതേതെങ്കിലും മദ്ഹബിനെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും. സുന്നത്തായ രൂപം നമ്മൾ ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ കൈകൾ പൊക്കൂലല്ലേ ബോംബെയിലല്ലേ? അവിടെ ഹനഫികളെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബോംബെയിൽ അവരെ മദ്ഹബ് പ്രകാരമായിരിക്കും അത്. അല്ലാഹു അഅലം. ഇനി അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം. മാ യുഖാലു ഹീന ബിറഫ്ഇ മിനർ റുക്കൂ, യർഫഉ മിനർ റുക്കൂ, റുക്കൂയിൽ നിന്ന് പൊന്തുന്ന സമയത്ത് എന്താണ് ചെല്ലേണ്ടത്? റുക്കൂയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് പൊന്തുമ്പോൾ എന്താ ചെല്ലേണ്ടത്? ഇമാമും ഒറ്റക്ക് നമസ്കരിക്കുന്ന ആളും സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത്. ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും പറയേണ്ടത് സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ്. അപ്പം മഅ്മൂം എന്ത് പറയണം? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു മഅ്മൂം പറയേണ്ടത് സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്നത് തന്നെയാണ്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു മഅ്മൂം അത് പറയാൻ പാടില്ല. റബ്ബനാ വലക്കൽ ഹംദ്, അല്ലേ റബ്ബനാ ലക്കൽ ഹംദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്,
അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ് 4 ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. ഇതിലേതെങ്കിലും ഒന്നാണ് മഅ്മൂം പറയേണ്ടത്. എന്താണ് തെളിവ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഅലൽ ഇമാമു ലിയുത്തമ്മ ബിഹി, ഇമാമിന് നിശ്ചയിച്ചിട്ടുള്ളത് പിൻപറ്റപ്പെടാൻ വേണ്ടിയാണ്. ഫഇദാ കബ്ബറ ഫകബ്ബിറു, ഇമാം തക്ബീർ ചൊല്ലിയാൽ നിങ്ങളും തക്ബീർ ചൊല്ലുക. വഇദാ ഖറഅ ഫഅൻസിതു, ഇമാം ഓതി തുടങ്ങിയാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക. വഇദാ ഖാല ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ഫഖൂലു ആമീൻ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയുക. വഇദാ റകഅ ഫർകഉ, റുകൂ ചെയ്താൽ നിങ്ങൾ റുകൂ ചെയ്യുക. വഇദാ ഖാല സമി അല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു റബ്ബനാ ലക്കൽ ഹംദ്, നിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുക. അപ്പോൾ ഈ ഹദീസിന് വ്യക്തമായി നമുക്ക് മനസ്സിലാവുന്നത് മഅ്മൂമീങ്ങൾ സമി അല്ലാഹു ലിമൻ ഹമിദ പറയാൻ പാടില്ല. മഅ്മൂമീങ്ങൾ പറയേണ്ടത് റബ്ബനാ ലക്കൽ ഹംദ് എന്നതാണ്. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മൾ പറയില്ലേ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണം. അപ്പോൾ അവർ ഈ ഹദീസിനെ എങ്ങനെ വ്യാഖ്യാനിച്ചത്? അവർ പറഞ്ഞു, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്മൂം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയണ്ട എന്നല്ല പറഞ്ഞത്, മറിച്ച് മഅ്മൂം എപ്പോഴാണ് സമി അല്ലാഹു ലിമൻ ഹമിദ പറയേണ്ടത് എന്നാണ് പറഞ്ഞത്. മഅ്മൂം പറയേണ്ടത് ഇമാം പറഞ്ഞതിന് ശേഷമാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം, അല്ലാതെ പറയണ്ട എന്നുള്ളതല്ല എന്നാണ്. പക്ഷെ അത് ശരിയായ അഭിപ്രായമല്ല. പ്രബലമായ അഭിപ്രായം മഅ്മൂം റബ്ബനാ വലക്കൽ ഹംദ് എന്നതാണ് പറയേണ്ടത്. അല്ലാഹു അഅലം. അപ്പോൾ നമ്മൾ റുകൂഇൽ നിന്ന് ഉയരുന്ന സമയത്ത് മഅ്മൂമികളാണ് എങ്കിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടതില്ല. നമ്മൾ പറയേണ്ടത് റബ്ബനാ വലക്കൽ ഹംദ് എന്നതാണ്. അപ്പോൾ അത് ഒരു പ്രബലമായ അഭിപ്രായമാണ്. തനിച്ച് നിസ്കരിക്കുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ പറയണം. അപ്പോൾ ഇതൊരു അഭിപ്രായമാണ്. ഒരാൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു, മഅ്മൂമാണ്, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നീച്ചു, നിസ്കാരം ബാത്തിലാണോ? അല്ല, രണ്ടും ശരിയാണ്. പക്ഷെ പ്രബലമായ അഭിപ്രായത്തെ നമുക്ക് മനസ്സിലാവുന്നത്, ശരിയാവിടെ അടുത്തത് മനസ്സിലാവുന്നത് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയണം എന്നുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പറഞ്ഞു ഇമാം എഴുന്നേറ്റതിന് ശേഷമേ നമ്മൾ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു പ്രശ്നം, അങ്ങനെ ചെയ്യാതിരുന്നാൽ ഇവിടെ ഒരു പ്രശ്നം. ഇമാമിൻ്റെ കൂടെ എഴുന്നേറ്റാൽ അവിടെ ഒരു പ്രശ്നം. ഇമാം എപ്പോഴാണ് റബ്ബനാ ലക്കൽ ഹംദ് പറയുക? മുകളിലേക്ക് എത്തിയതിന് ശേഷമാണ്. സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞ് എഴുന്നേറ്റു, എന്നിട്ട് നിന്നിട്ടാണ് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുക. നമ്മൾ നീക്കുമ്പോൾ തന്നെ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയും. അപ്പം നമ്മൾ ഇമാമിൻ്റെ കൂടെ എഴുന്നേറ്റാൽ ഇമാം റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇമാമിനെ നമ്മൾ മുൻകടക്കും. അതുകൊണ്ട് ഇമാം എഴുന്നേറ്റ് നിന്നതിന് ശേഷം മാത്രമേ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കാൻ പാടുള്ളൂ. മറ്റൊരു മസ്അല, കൈഫിയത്തു വൽഉൽ യദൈനി ബഅദ റഫ്ഇ മിനർ റുകൂഅ്, റുകൂഅ് നീത്താലേക്ക് നീച്ചാൽ എങ്ങനെ കൈകൾ വെക്കണം? ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും പള്ളിയിൽ ചില ആൾക്കാർ കൈകൾ ഇങ്ങനെ കെട്ടും, ഇത്തിദാലിൽ കൈകൾ കെട്ടി വെക്കും, ചില ആൾക്കാർ താഴ്ത്തിയിടും. നമ്മളെ പള്ളികളിലൊക്കെ സാധാരണ ആൾക്കാർ താഴ്ത്തിയിടാറാണുള്ളത്. ഏതാണ് ശരിയായ രൂപം? ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു കൈകൾ താഴ്ത്തിയിടലാണ് ശരിയായ രൂപം. കാരണം എന്താ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ കെട്ടിയിരുന്നു എന്ന് തെളിവുകളൊന്നും വന്നിട്ടില്ല. ഇഅ്തിദാലിൽ റസൂൽ കൈകൾ കെട്ടിയിരുന്ന തെളിവുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് കൈകൾ താഴ്ത്തിയിടലാണ് ശരിയായ രൂപം. രണ്ടാമതൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു അഅലം, അതാണ് ശരിയായ അഭിപ്രായം, കൈകൾ കെട്ടലാണ് സുന്നത്തിനോട് യോജിച്ചത്. എന്തുകൊണ്ട്? നിസ്കാരത്തിൽ 4 അവസ്ഥകളാണുള്ളത്. 1 ഖിയാം, നിൽക്കൽ, 2 കുനിയൽ, റുകൂഅ്, 3 സുജൂദ്, 4 ഇരുത്തം. ഇങ്ങനെ 4 അവസ്ഥകളല്ലേ നിസ്കാരത്തിലുള്ളത്. അപ്പോൾ 4 അവസ്ഥകളിലും ഒരേപോലെയാണ് ചെയ്യേണ്ടത് എപ്പോഴും. അപ്പോൾ നമ്മൾ ഖിയാമിൽ അടിസ്ഥാനം എന്താ? നമ്മൾ ഫസ്റ്റ് തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ കെട്ടിയിട്ട് അടിസ്ഥാനം എന്താ? കൈകൾ താഴ്ത്തിയിടലാണോ കെട്ടലാണോ? മനസ്സിലായില്ല. നമ്മൾ ഖിയാമിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി പിന്നെ ദുആഉൽ ഇസ്തിഫ്താഹ് ഓതുകയാണ്. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ ചെല്ലുമ്പോൾ, അല്ലാഹു അക്ബർ ചെല്ലുമ്പോൾ കൈകൾ താഴ്ത്തിയിടലാണോ സുന്നത്ത്, കെട്ടലാണോ? കെട്ടലാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി ഹദീസിൽ കാണാം, കാനന്നാസു യുഅ്മറൂന അയ്യൽ അർറജുലു യദൽ യുംന അലാ ദിറാഇഹിൽ യുസ്റാ ഫി സ്വലാത്ത്. ഇതാണ് അടിസ്ഥാനം. ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ ഇടത്തെ കൈയിൻ്റെ ദിറാ, നമ്മൾ പറഞ്ഞിരുന്നു, അതിൻ്റെ മുകളിൽ വലത്തെ കൈ വെക്കലാണ് ഒരു മനുഷ്യൻ, അവൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ജനങ്ങളോട് കൽപ്പിച്ചത്. അപ്പോൾ ഖിയാമിൽ അടിസ്ഥാനം കൈകൾ വെക്കുക എന്നുള്ളതാണ്. റുകൂഇന് ശേഷം എഴുതിതാലും എന്തുതന്നെയാണ്? ഖിയാം തന്നെയാണ്. അപ്പോൾ ഇവിടെയും അടിസ്ഥാനം പോലെ നമ്മൾ ചെയ്യണം. അടിസ്ഥാനം എന്താണ്? കൈകൾ വെക്കുക, കെട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട്
ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ പ്രബലപ്പെടുത്തി പറഞ്ഞത് കൈകൾ കെട്ടലാണ് എഴുതിദാലിൽ സുന്നത്ത് എന്നതാണ്. എന്നാൽ ഒരാൾ കൈകൾ താഴ്ത്തിയിട്ടാലോ ഒരു പ്രശ്നമല്ല, അവൻ്റെ നമസ്കാരം ശരിയാണ്. കാരണം അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്നാൽ ശരിയോടടുത്ത് പ്രബലമായി നമുക്ക് മനസ്സിലാകുന്ന അഭിപ്രായം എഴുതിദാലിൽ കൈകൾ കെട്ടലാണ് സുന്നത്ത് എന്നുള്ളതാണ്. അല്ലാഹു അഅലം. എഴുതിദാലിൻ്റെ അവസാനം അദ്കാറുൽ എഴുതിദാൽ, എഴുതിദാലിൽ നമുക്ക് ചെല്ലാനുള്ള ദിക്റുകൾ, റുക്കൂയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ദിക്റുകൾ എഴുതിദാലിലുണ്ട്. അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു മിൽ ഉസ്സമാവാതി വമിൽ ഉൽ അർളി വമിൽ ഉമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദു ഒരു ദിക്റാണ്. സംശയമുണ്ടോ? മറ്റൊന്ന് അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാഇ വമിൽ അൽ അർളി വമിൽ അമാ ബൈനഹുമാ വമിൽ അമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദു. മറ്റൊരു ദിക്ർ അല്ലാഹുമ്മ ലക്കൽ ഹംദു മിൽ ഉസ്സമാഇ വമിൽ ഉൽ അർളി വമിൽ ഉമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദു അല്ലാഹുമ്മ ത്വഹിർനി ബിസ്സൽജി വൽ ബർദി വൽ മാഇൽ ബാരിദി അല്ലാഹുമ്മ ത്വഹിർനി മിനദ്ദുനൂബി വൽ ഖത്വായ കമാ യുനഖ്ഖസ് സൗബുൽ അബിയദു മിനൽ വസഖി. ഇതൊരു ദിക്റാണ്, നമ്മൾ പഠിച്ച് ഇതാൽ പ്രവർത്തിയാക്കേണ്ട ഒരു ദിക്റാണത്. അതുപോലെ മറ്റൊരു ദിക്ർ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു മിൽ ഉസ്സമാഇ മിൽ ഉസ്സമാവാതി വമിൽ ഉൽ അർളി വമിൽ ഉമാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദു അഹ്ലസ് സനാഇ വൽ മജ്ദി ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ മുഫദ്ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇതൊക്കെ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. ഇനി ഏറ്റവും ശ്രേഷ്ഠകരമായ അഞ്ചാമത്തെ ഒരു ദിക്ർ റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. ഇത് നമ്മൾ മുമ്പൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആർക്കാ ഓർമ്മയുള്ളത്? എവിടെ പറഞ്ഞ്? മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. ദുആഉൽ ഇസ്തിഫ്താഹിൽ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ദിക്ർ പഠിച്ചാൽ നമുക്ക് നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ രണ്ട് ഗുണങ്ങളുണ്ട്. നമുക്ക് ദുആഉൽ ഇസ്തിഫ്താഹിലും ഇത് ഉപയോഗിക്കാം, എഴുതിദാലിലും ഇത് ഉപയോഗിക്കാം. ദുആഉൽ ഇസ്തിഫ്താഹിൽ ഈ ദിക്ർ ചൊല്ലിയത് ഒരാൾ ചെല്ലുന്ന റസൂൽ കേട്ടപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? 12ഓളം മലക്കുകളെ ഞാൻ കണ്ടു, ആരിതാദ്യം ഉയർത്തുമെന്ന് മത്സരിക്കും. ഇഅ്തിദാലിൽ ഈ ദിക്ർ ഒരാൾ ചെല്ലുന്നത് കേട്ടപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റഅയ്തു ബിൽഅം വസലാസീന മലക്കൻ, 30 ചില്ലാനം 33 മുതൽ 39 വരെയുള്ള മലക്കുകളെ ഞാൻ കണ്ടു. അവർ മത്സരിച്ചു. യബ്തദിറൂനഹ അയ്യുഹും യക്തുബുഹ അവലു, ഈ നന്മ ആദ്യം ആരെഴുതി വെക്കും എന്നതിൽ അവർ മത്സരിച്ചു. അപ്പോൾ ഭയങ്കര ശ്രേഷ്ഠകരമായ ദിക്റാണത്. റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ ഇഹ്തിദാലിലുണ്ട്. ആ ദിക്റുകൾ നമ്മൾ പഠിച്ച് നമ്മൾ പലതും പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.